ഓഫീസില്. ഫുഡ് കഴിച്ചോ? ആ കഴിച്ച്. തുഷു വന്നില്ലേ? ആ തുഷു ഇവിടെ ഉണ്ട്. ഹാപ്പിയാ? ആ ഹാപ്പി തന്നെ. തുഷു ഹാപ്പിയാ? തുഷു ഹാപ്പി. അമ്മ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓ ഹാപ്പിയാണ്. ഹാപ്പി ഫുൾ ഹാപ്പി അല്ല, ഹാപ്പിയാണ്. 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 ഓ സന്തോഷമായിട്ടുള്ള ജീവിതമാണ്. ചെന്നപ്പോൾ തന്നെ കുട്ടികളായി, ആയിട്ടിനെ വളർത്തിണ്ടാക്കി, ഇപ്പോൾ പേരക്കുട്ടികളെ വളർത്തിണ്ടാക്കി, മക്കളെ കെട്ടിച്ചു. ശരിക്കും ഇപ്പം വീടുകളിൽ പോലും അമ്മച്ചിമാർക്ക് ഒരു നല്ലൊരു വില കിട്ടുന്നില്ല. ശരിക്കും ഒരു വേലക്കാരിയുടെ റോള് ചില വീടുകളിൽ കേട്ടോ, എല്ലായിടത്തും അല്ല. അമ്മച്ചിമാർ അവർ രാവിലെ മുതൽ വീട്ടിലെ ജോലികൾ, അത് കഴിഞ്ഞ് അവർ പകൽ വേറെ ജോലി, പുറത്ത് ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്ന് അവർ അവർക്കുടെ ഉത്തരവാദിത്തങ്ങളും ജോലികളും മാറ്റി വെച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു മെഴുകുതിരി, ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടും അവരിങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യം, കാരണം നമ്മുടെ ഈ ഒരു ആഗ്രഹം മാറ്റി വെച്ചാൽ അവർക്കുടെ എന്തെങ്കിലും ആഗ്രഹം നടത്തി കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. മദറായിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരു കടമയാണ്, അമ്മമാരെ കടമയാണ്. അത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. ഹാപ്പി മദേഴ്സ് ഡേ. 10 ആളാ, 5 ആണും 5 പെണ്ണും. പക്ഷേ നമുക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് ഒരു ഉപകാരത്തിനൊരു മക്കളും ഇല്ല. മക്കൾ തന്നെ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഓൾക്ക് നമ്മൾ കൂലി കൊടുക്കണം. അങ്ങനത്തെ മക്കളെ വിളിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടത് സാധനം കഴിഞ്ഞ് വാങ്ങാനും, പിന്നെ നമ്മൾ ഈ പോയി ലോണും കാര്യങ്ങളൊക്കെ അടക്കാനൊക്കെ ഇതിൽ നിന്ന് കിട്ടണ്ടേ. വീട് ഞാൻ ഒറ്റയ്ക്കാണ് നോക്കുന്നത്. ഭർത്താവ് സുഖമില്ലാത്ത ആളാണ്. നമുക്ക് അവരുടെ കാര്യമാണല്ലോ, നമുക്ക് ഏത് നേരവും നമ്മൾ മക്കളുടെ കാര്യമായിരിക്കുമല്ലോ അമ്മയെന്നല്ലേ ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ എവിടെ നിന്നാലും, ഇപ്പം ഞാൻ ജോലിക്ക് പോയാലും ശരി, ഏത് നേരവും നമ്മൾ അവരുടെ കാര്യം, അവരെവിടെ ഏതാ ഇങ്ങനെ വിളിക്കുന്നതും ഒക്കെ തന്നെ നമ്മളങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും നമ്മൾ. ഹാപ്പി ഫുൾ ഹാപ്പി അല്ല, എന്നാലും ഹാപ്പിയാണ്. അമ്മ ഒത്തിരി ക്ഷമയും സഹനവും ഈ അച്ഛനേക്കാളും കൂടുതൽ നമ്മൾ സഹിക്കുന്നുണ്ട്. അമ്മയാണ് മെയിൻ റോള്. ഇവർക്കും ആഗ്രഹങ്ങളും എല്ലാം മൂടി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു റോള് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിലും ഇങ്ങനെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഉണ്ടാകണം. അമ്മക്ക് അച്ഛനും പകരം അമ്മ മാത്രമേ ഉള്ളവർക്ക്. അപ്പോൾ ഹാപ്പിയാണ്. അമ്മ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഉണ്ടായത്. അമ്മ തന്നെയാണ് എല്ലാ ജീവൻ്റെ എല്ലാ തുള്ളിയും. അവനെ വയറ്റിൽ വെച്ചുകൊണ്ടാണ് 9 മാസം വരെ ഞാൻ അവിടെ വന്ന് ജോലി ചെയ്തത്. ഇവിടുന്ന് കച്ചവടം കഴിഞ്ഞ് പോയി, അതിൻ്റെ പിറ്റേന്ന് രാത്രിയാണ് പ്രസവവേദന വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രസവിച്ചത്. അവനൊരു മാസം തികയുന്നതിന് മുന്നേ ഞാൻ വീണ്ടും ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങി. എന്തായാലും നമ്മൾ ജോലിക്ക് വന്നാലല്ലേ മുന്നോട്ട് മക്കളെ ഭാവി നോക്കണമല്ലോ. എത്രത്തോളം കഷ്ടപ്പെട്ടാണെങ്കിലും ഓരോ ചിരി മതി. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ അവനവൻ അധ്വാനിക്കുന്നു, കുടുംബം പോറ്റുന്നു, ജീവിക്കുന്നു, ഇത് തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരാഗ്രഹങ്ങളൊന്നുമില്ല. കിടപ്പിലാകാതെ മരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എത്രയോ മക്കൾ അമ്മമാർ തീരെ വില കൽപ്പിക്കുന്നില്ലല്ലോ. വൃദ്ധസദനത്തിൽ ഒക്കെ കൊണ്ടാക്കുകയാണ്. അപ്പം എത്രയും വിലപ്പെട്ടത് ഒരമ്മ തന്നെയാണ് മക്കൾക്ക്. അമ്മ എന്ന രീതിയിൽ ഞാൻ നല്ല സന്തോഷവതിയാണ്. കാരണം എനിക്ക് 2 മക്കളാണുള്ളത്. മക്കളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഈ മക്കളെ വലുതായി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. 100% ഹാപ്പിയാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് അമ്മയാവുക എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റൂല. തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സ്നേഹം, അതിനൊന്നും ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എത്ര കൊടുത്താലും മതിയാവാത്തൊരു സ്നേഹമാണ്. നമ്മൾ വളർത്തുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മുടെ മക്കൾ നമ്മളോടുണ്ടാവുക. ലോകത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഹാപ്പി മദേഴ്സ് ഡേ.